രാത്രിയിൽ ഇതിലുള്ള നടത്തം തന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ ഒഴിവാക്കിയ സംഭവം കേട്ടോ. ഇതിലാരും അല്ലാതെ രാത്രി നടക്കൂലേ. ഓ മഴയാണ് പെയ്യണ, ചൂണ്ട കാലുമ കൂടി ഓ വെള്ളത്തിലും വീണു. നമുക്ക് കിട്ടിയിട്ടില്ല സാധനം ഉണ്ട് ഇവിടെ. കാണിച്ചായിരുന്ന ഹായ് 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 ചെയ്യുമാറുള്ളവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടോർച്ച് എടുത്തിട്ടുണ്ട്, ബാഗ് ഉണ്ട്, ബാഗിൽ ചൂണ്ടയുണ്ട്, പിന്നെ കോഴിക്കുടലാണ് ഇടാൻ വേണ്ടി പോകുന്നത്. രാത്രി കുടൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് ഞാൻ വീഡിയോ എടുക്കണം കരുതിയതല്ല, ഞാൻ ശരിക്കും പാലത്തിങ്ങൽ ഇടാന്ന് കരുതി, പിന്നെ വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇവിടെ ഒരാൾ നിന്ന് കുറുമ്പാട്ടുക, പോണ്ട. അപ്പോൾ വലിയ മീൻ വേണ്ടേ. റോട്ടിലൊക്കെ ആകെ ചക്കയൊക്കെ വീണ് സീനാണ്. കണ്ട ചക്കൻ്റെ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ കേട്ടാ. ഇഷ്ടംപോലെ ചക്ക ഉണ്ടല്ലോ. തലേക്ക് അടാക്കട്ടെ, വേഗം പോവുക. ആര്യനെ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തിയാണ്. ഓളങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന് പോവുകയാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ. ഇവിടെ എന്താ ചക്ക ചാടി കിടക്കണം, അത് ചക്കൊന്നും വേണ്ടേ, അവിടെ ഏതാ ചക്ക ചാടി കിടക്കണം. അപ്പോൾ ഞാൻ ഇതുവഴി അങ്ങനെ പോവുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ന് ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് പറയുകയാണെങ്കിൽ, നാട്ടിലാരും അങ്ങനെ രാത്രി പോയി ഇടാത്ത ഒരു സ്ഥലമാണ്. കാരണം എല്ലാവർക്കും ഒരു ഭയാനകമുള്ള ഒരു ഏരിയയാണ്. ഞാൻ ആ ഒരു ഏരിയ പിടിക്കാൻ കാരണം നമ്മുടെ മഞ്ഞിലെന്ന് പറയുന്ന ഒരു മീനുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ടും ഞങ്ങൾ തേകുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഏരിയ പിടിക്കുന്നത്. എന്തായാലും തോട്ടിൽ എത്തട്ടെ. തോട്ടിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞൊരു വട്ടം നമ്മൾ നൈറ്റിൽ ഫിഷ് ചെയ്തിരുന്ന സ്ഥലമായിരുന്നത്. പക്ഷേങ്കിൽ അന്ന് നമുക്കൊന്നും കിട്ടിയില്ല. ഇന്ന് ഞാൻ മേൽഭാഗത്തേക്ക് ഏതാണ്ട് ആ ഒരു ഭാഗത്തേക്കാണ് പോണത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മളുടെ റോഡ് കാര്യങ്ങളൊക്കെ വരുന്നത്, പാലം. അവിടെ ചെക്കന്മാർ ചൂണ്ട ഇടുന്നുണ്ട്. നമുക്ക് കിട്ടിയില്ലെങ്കിലും അവന്മാരത് കാണാൻ പറ്റുകയാണെങ്കിൽ കാണിക്കണ്ടേ. നമുക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് പ്രതീക്ഷ തന്നെ ഉള്ളൂ. ഞാൻ പോകാൻ കയറിയ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആകെ ചെളിയാണ്. ഞാനിപ്പോൾ ഈ ചെളിയിൽ ചവിട്ടി കഴിഞ്ഞാൽ എൻ്റെ ഷൂന്ന് നനയും. പിന്നെ അത് മാത്രമല്ല, കൊതുകിൻ്റെ ശല്യം നന്നായിട്ടുള്ള ഏരിയ ആണത്. അപ്പോൾ അത് നമുക്ക് പണിയാവും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് നോക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. പോകുന്ന വഴിയിൽ ഇവിടെ ഇടയിലൊക്കെ ഇട്ട് നോക്കാം. പക്ഷെ എന്താ ചെയ്യുക, ഞാൻ പോകാൻ കയറിയ സ്ഥലത്തേക്ക് നോക്കട്ടെ. ഞാൻ ചിലപ്പോൾ അപ്പുറത്തൂടെ വഴി ഉണ്ടെങ്കിൽ അതിൽ പോകും. വെള്ളം കയറിയിട്ടൊന്നുമില്ല, ആകെ പുല്ല് കയറി ചെളിയായി അങ്ങനെ നിൽക്കുന്ന സാഹചര്യം. നല്ലൊരു ചേരുമരമാണ്. ചില ആൾക്കാർക്ക് ഇതിൻ്റെ അടുത്ത് കൂടെ പോയാൽ തന്നെ ഇപ്പോൾ ഉള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ലേക്ക്. ഒരു 10 മിനിറ്റ് ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ഇട്ട് നോക്കട്ടെ. ഇവിടെ ഒന്ന് ഇട്ട് നോക്കട്ടെ ഒരു 10 മിനിറ്റ്. എന്നിട്ട് നമുക്കിവിടെ കൊത്തണില്ല എന്നാണെങ്കിൽ നമുക്ക് സ്ഥലം മാറ്റാം. ഇവിടെ ഇങ്ങനെ നല്ല ഒഴുക്കുണ്ട്. ഇവിടെ കൊത്തൂല്ല എന്നൊക്കെ കണ്ടറിയണം. എന്തായാലും ഇട്ട് നോക്കട്ടെ കേട്ടോ. അതായത് ഇവിടെ ഒന്ന് ഇട്ട് നോക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. കോഴിക്കുടൽ കയ്യിലുണ്ടായതുകൊണ്ടാണ് സീന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എപ്പോൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും ലൈറ്റൊന്നും പറ്റില്ല കേട്ടോ നമുക്ക്. പിന്നെ ഇപ്പോൾ തുടക്കമൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇതിങ്ങനെ കുപ്പിയിലുമേലാണ് ഞാൻ ചൂണ്ട എടുത്തിട്ടുള്ളത്. എന്താ കുപ്പിയാണ്, കുപ്പിയിലിങ്ങനെ ചൂണ്ട എടുത്തേക്കുവാണ്. നമ്മളുടെ ഒരു ചൂണ്ട മുറിച്ചെടുത്തതാണ് ഞാൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി അടുത്ത് കോഴിക്കുടൽ കിട്ടണം. ലൈറ്റ് വരണം കൂടി ഉണ്ട് ഇതിൻ്റെയൊക്കെ. ഇതാണ് കോഴിക്കുടൽ. ഈ കുടലിനെ നമ്മൾ എവിടെയെങ്കിലൊക്കെ കെട്ടി വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ബാഗ് അടിയിൽ വെക്കാനും പറ്റില്ല. അതിക്ക് എന്തെങ്കിലുമൊക്കെ അരിച്ച് കയറിയാലും പണി കിട്ടും. പക്ഷേ ഞാൻ പോകാൻ കരുതിയ സ്ഥലത്തേക്ക് വെള്ളം ഞാൻ കുറഞ്ഞിട്ടുണ്ടാവും കരുതിയാണ്. വെള്ളം കുറഞ്ഞില്ല. എന്നാൽ നോക്കട്ടെ കേട്ടോ. പക്ഷേ ഞാൻ ചിലപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ഇട്ട് നോക്കി എഴുതിയിട്ടാണ്, നല്ല സ്ഥലം കണ്ടിട്ട് ഇവിടെ ഇട്ട് നോക്കിയിട്ട് ഇവിടെ കൊത്തൊന്നുമില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ഥലം മാറ്റാറിന് ഞാൻ കരുതിയോടത്തേക്ക് തന്നെ ഞാൻ പോകും. അപ്പോൾ രാത്രി ചൂണ്ടയിടുമ്പോൾ ലൈറ്റ് വല്ലാതെ പാടില്ല കേട്ടോ. അത് ഇതിൻ്റെ ഒരു നിയമമാണ്. ഈർപ്പൊന്നും വല്ലാതെ ദൂരത്തേക്കൊന്നും വേണ്ട. അത് പുഴയൊന്നുമല്ലല്ലോ. ഇത് കുറച്ച് വലിയ ഇരയായിട്ടാണ് കോർത്തിട്ടുള്ളത്. വേണ്ട, കുറച്ച് വലുതായിട്ടാണ് കോർത്തിട്ടുള്ളത്. നോക്കാം, നമുക്ക് ഇട്ട് നോക്കാം. അങ്ങനെ ഏറുണ്ടലാണ്, എറിഞ്ഞിട്ട് ഇടുന്ന ചൂണ്ടലാണ്. ഞാൻ കരുതിയോടത്തേക്ക് എത്തിയില്ല, അത് ഇങ്ങോട്ടനെ കയറ്റി. ഓക്കെ, ഇവിടെ കൊത്തണില്ല ഞാൻ വരെ. അപ്പം ഞാനിവിടുന്ന് നൈസായിട്ട് പോവാണ്. ഇതൊക്കെ വെള്ളമാണ്. എന്താ ഇപ്പം ചെയ്യുക. ഓ മൈ ഗോഡ്, ആകെ സീൻ. മേൽഭാഗത്തേക്ക് എനിക്ക് എത്തണ്ട്. അതായത് ഇവിടെ ഒരു വീടുണ്ട്, വീടിൻ്റെ അപ്പുറത്തൊരു പടവുണ്ട്. അവിടേക്ക് പോയാലെഴുതിയ അല്ലെങ്കിൽ ഇവിടെ നടന്ന് പോകാനും സ്ഥലമല്ല, വെള്ളം അല്ലെങ്കിൽ വെള്ളം ചളി. പാമ്പുകളുണ്ടാവേ, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നല്ല 8ൻ്റെ പണി കിട്ടും. മനസ്സിലായ? ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച സ്ഥലമാണ്. ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട്.
ഇതെനിക്ക് തോന്നുന്നു ലാസ്റ്റ് നടത്തം മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത്. അതപ്പോൾ ഇതിൽ സംഭവിക്കുക. ഇപ്പം തന്നെ സമയം ഒരുപാടായി, അധികം സമയമില്ല നമുക്ക്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ സ്ഥലം, പക്ഷേങ്കിൽ ഇവിടെ ഒന്നും വെള്ളം ഞാൻ കരുതിയത് പോലത്തെ ഒരു സ്പോട്ട് ഇവിടെ എവിടെ ഇല്ല. ഇവിടെ ഇരിക്കണേനൊക്കെ ഇരിക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ അവിടെ ഒരു വീടുണ്ട്, ഓർക്ക് ചിലപ്പോൾ അത് ടെൻഷനാവും നമ്മളിവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നല്ല, ഇവിടെയാണ് എൻ്റെ ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ ഞാൻ പറഞ്ഞു മരത്തുമ്മൽ. ഞാനിങ്ങനെ ഈ പടുവിൻ്റെ ഈ ഒരു ഭാഗത്തു കൂടെ അങ്ങനെ പോയിട്ട് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ പോയോട്ടെ. സത്യം പറഞ്ഞാലേ എനിക്ക് പ്രാന്താണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ഇത്തരം കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ. ഞാൻ നോക്കുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെയൊക്കെ വല്ല കൂണൊക്കെ മുളച്ചൊക്കെ നോക്കാം. കൂണൊന്നും ഉണ്ടാവില്ലല്ലേ, ഉണ്ടാവില്ല. ഇവിടെയൊക്കെ ആകെ വെള്ളം കയറി, ആകെ ചെളിയായി. ഇനിയിപ്പോൾ ചെളിയാവാനൊന്നുമില്ല. രാത്രിയിൽ ഇതിലുള്ള നടത്തം തന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ ഒഴിവാക്കിയ സംഭവം കേട്ടോ. ഇതിലാരും അല്ലാതെ രാത്രി നടക്കൂലേ. ഇവിടെ നമുക്ക് നല്ലൊരു ഗ്യാപ്പുണ്ട്. ഫുള്ള് വെള്ളം കയറിയിട്ട് ഇതിലൊക്കെ ഈ ചേമ്പൊക്കെ ഒടിഞ്ഞ് മറിഞ്ഞു പോയി. ഇതിലൊക്കെ ചെളിയാടാ, നല്ല ചെളിയാണ്. അയച്ചേ ഈ കാലൊക്കെ നിങ്ങൾ കാണുങ്ങൾ എന്താ ആകെ അരപ്പായി. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് നേരം ഇട്ട് നോക്കാം നമുക്ക്. ഇത് കുറച്ചും കൂടി എന്താ പറയുക, ആവശ്യമായിട്ടുള്ള സ്ഥലമാണ്. വലിയ അലമ്പ് കാര്യമൊന്നുമില്ല, പക്ഷെ എല്ലാ പാമ്പും വരുമോ. എനിക്കതാ ടെൻഷനുള്ളൂ, വേറെ ഒന്നുമില്ല. കാര്യമായിട്ട് വേറെ ഒന്നിനെയും പേടിയില്ല, ഈ പാമ്പിനേക്ക് നല്ല പേടിയാണ്. ഏതായാലും ഇവിടെ എവിടെയൊക്കെ ഇരിക്കട്ടെ, ഇവിടെ ഇരുന്നിട്ട് ഇടാം. തേങ്ങമാരാകെ സീനായി. ഒന്ന് ഞാൻ കുട എടുത്തിട്ടില്ല, മീൻ കൊത്തുണ്ട് ഇവിടെ. മഴയാണ് ഈ പെയ്യണ, ചൂണ്ട കാലുമ കൂടി വെള്ളത്തിലും വീണ്. ആകെ ചൊറ. ഇത് ചേമ്പിൻ്റെ അല്ല, ഇത് ഒരെണ്ണം തലയിൽ വയ്ക്കാം, ഒരെണ്ണം. പിന്നെ എന്തൊക്കെ നമുക്ക് മൂടാനുള്ള, ഒക്കെ മൂടാനുള്ള സാധനങ്ങളാണ്. പിന്നിപ്പോൾ ലൈറ്റൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ലൈറ്റ് നമുക്ക് ഇങ്ങനെ പിടിക്കാനേ പറ്റുള്ളൂ. ലൈറ്റ് ഈ ഒരു സിസ്റ്റം ആക്കേണ്ടി വരും. പിന്നെ ക്യാമറിനപ്പോൾ എന്ത് ചെയ്യും? ഓ മൈ ഗോഡ്, ക്യാമറ പ്രശ്നമല്ല, മൈക്കാണ് വിഷയം. നല്ല കൊത്തുന്നുണ്ട് ഇവിടെ. അതായത് ഞാൻ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നല്ല കൊത്തുന്നുണ്ട്, മീൻ നന്നായിട്ട് കൊത്തുന്നുണ്ട്. പക്ഷേങ്കിൽ മഴ നമ്മളെ ചതിച്ചു. ഞാൻ കുട എടുത്തില്ല. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ട ഗതികേടായി. എൻ്റെ അമ്മ ഓർക്കാൻ വെച്ചാൽ എനിക്ക് ദേഷ്യമൊക്കെ വരിക, കുട എടുക്കാതെ പോകുന്നതിന്. നോക്കിയിട്ടല്ല, കുറച്ച് കഴിഞ്ഞാൽ പോവായിരിക്കും, മഴ പെയ്യില്ലെന്ന് കരുതണം. ഇവിടെ ഉണ്ടാവും മീൻ, ഇവിടെ കിട്ടും, ചാൻസ് ഉണ്ട്. ഏതായാലും വീണ്ടും ശ്രമിച്ചു നോക്കാം. അയ്യോ പോവല്ലേ, മഴ കൂടിയടാ, പോകേണ്ടി വരും, വീട്ടിൽ പോകേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇനിയും നമ്മൾ മേലോട്ട്. ഈ ഒരു ചുറ്റുവട്ടാരത്തിൽ നിങ്ങൾക്ക് അവിടെ ലൈറ്റ് കാണാം, അത് റോഡാണ് ആ ഒരു ഭാഗത്ത്. പിന്നെ ഇവിടെ അടുത്തൊന്നുമില്ല, പിന്നെ ഇവിടെ ലൈറ്റ് കാണാം. ഇതിപ്പോൾ നമ്മൾ വന്നിടത്തുള്ള വീടാണ്. പിന്നെ വേറെ ഇവിടെ, പിന്നെ അവിടെയൊക്കെ കാണാം, അതൊക്കെ കുറച്ചും കൂടി അകലെയുള്ള വീടുകളാണ്. ഈ റോഡ് അറിയുന്നത് ഈ കാണുന്ന ലൈറ്റിൻ്റെ തന്നെ കുറച്ച് അകലെ കേട്ടാ. മുമ്പൊക്കെ നല്ല പന്നികളുണ്ടായിരുന്നു ഇത് വഴിയൊക്കെ, ഇപ്പോൾ പന്നികളൊന്നുമില്ല. അയ്യോ ചെളിയടാ, നടക്കാൻ കണ്ട, നടക്കാൻ കഴിയുന്നില്ല, അത്ര കണ്ട് ചെളിയാണ്. ഞാൻ കരുതിയ ഏരിയക്കൊന്നും ഞാൻ പോക്കനെ നടക്കൊക്കെ തോന്നില്ല, അത്ര കണ്ട് ചെളിയാണ്. സത്യം പറഞ്ഞാൽ തോടിൻ്റെ പറ്റിലൊരു ക്യാമ്പിങ്ങൊക്കെ പ്ലാൻ ചെയ്തതാണ്. നടക്കൂല. എൻ്റെ മക്കളെ, എമ്മ പുല്ല കാലിൻ്റെ തൊട്ടൊക്കെ നോക്കി നടക്കണം. വെരി ഡേഞ്ചറാ. ഈ പുല്ല് കൂടെ ഇപ്പോൾ പോക്ക് സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഇവിടെയൊക്കെ മലമ്പാമ്പൊക്കെ നമ്മൾ പലവട്ടം റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ നടക്കില്ല, നമുക്ക് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാം. പക്ഷേങ്കിൽ ആ ഒരു ഏരിയയ്ക്ക് എനിക്ക് എത്തിപ്പെടാനും പറ്റിയില്ല, അവിടെ ഇടാനും പറ്റിയില്ല. ഇടാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ചെളി. ഇവിടെ നല്ല സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ഇട്ടോ അവിടെ കുറച്ച് നേരം. മഴ പെയ്തിട്ടേ മേലൊക്കെ ആകെ നനഞ്ഞു, ആകെ ചീഞ്ഞാണ്. ഇവിടെ പ്രദേശക്ക് കുഴപ്പമൊന്നും കാണാനില്ലേക്ക്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇട്ടിട്ടുണ്ട്, ഒത്തുമില്ല എന്നുള്ളത് കണ്ടറിയാം. സ്ഥലം മാറ്റി ഞാൻ പടവിൻ്റെ അവിടെ എത്തിയിട്ട്, പക്ഷെ മഴ സീൻ തന്നെയാണ്. മഴ പിന്നെ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വന്ന് അടിഞ്ഞിട്ടുള്ള വേസ്റ്റ് ഉണ്ടോ എൻ്റെ മക്കളെ, ഇതിലെ പോകാനേ നല്ല പാടാണ്. ഞാൻ നേരത്തെ വന്നിരുന്നത് അതുകൊണ്ട് ആ ഒരു സൈഡിൽ കൂടെ ആയിരുന്നു. അതിൽ അവിടെ വീടുണ്ട്, ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പം ഞാൻ റിട്ടേൺ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ അതിലാണ് തിരിഞ്ഞു പോയത്, ആ ഒരു വഴിയിലൂടെയാണ്. ക്യാമറ സ്റ്റാൻഡേ നല്ല നീളത്തിലാണ് നിൽക്കണം. അപ്പോൾ ചില നേരത്തെ വള്ളിയും പുള്ളിയൊക്കെ കാണുമ്പോൾ ക്യാമറ താവുന്നുണ്ടാവും. ഇതിലെയാണ് നമുക്ക് ടാസ്ക്.
ഫുള്ള് വെള്ളം. വെള്ളമൊക്കെ ചവിട്ടി പോകാനല്ലാണ്ട ഇവിടെയൊക്കെ ഇട്ടാൽ ഇവിടുത്തെ പ്രതീക്ഷയൊന്നുമില്ല. അതാണ് വിഷയം. അതിന് പറ്റുന്ന സ്ഥലമല്ല, നമ്മൾ കരുതിയ മീനിനെ പറ്റുന്ന സ്ഥലമല്ല. ഞാൻ ഇന്ന് മഞ്ഞയിലല്ല ലക്ഷ്യം വെച്ചേ, കട്ടുങ്ങാലി പിടിച്ചാനല്ല വന്നത്. പക്ഷെ ഒരു കട്ടുങ്ങാലിയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആശ്വാസമാണ്. നേരെ വീട്ടിലാണ്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരെ അറിഞ്ഞിട്ടില്ല ഞാൻ വന്നിട്ടുള്ള കാര്യം. ഒരാരും പുറത്ത് കണ്ടില്ല. ടോർച്ച് നനഞ്ഞ്, എൻ്റെ കയ്യിൻ്റെ വാച്ചുണ്ട് നനഞ്ഞ്, പാൻറ്, ഷൂ, പിന്നെ എൻ്റെ കോലം ഞാൻ തന്നെ അമ്മൻ്റെ ചോദിച്ചൊക്കെ ആര്യ ഇത് കരഞ്ഞിട്ടേ ആര്യ പോയപ്പോൾ തന്നെ ആര്യ കരയല്ലേ. ബാഗ് ഫുള്ള് നനഞ്ഞ് പെയിൻ്റായി കിടക്കട്ടാ. അതെ, പോയപ്പോൾ തന്നെ ആര്യൻ്റെ ഒരു എന്താ പറയുക കുയിൻ്റാട്ടലും പോവണ്ട എന്നുള്ള പറച്ചിലും. അതുകൊണ്ട് എന്തായി, മഴ കൊള്ളാനായി. കോട്ട മാത്രം കൊണ്ടുവരില്ലല്ലോ ചെങ്ങന്മാരപ്പോൾ. ഇന്നലെ പോയിട്ട് നമ്മൾ ആ മഴയത്ത് രാത്രി വന്ന്. അപ്പോൾ ഇന്നും ഞാൻ പോവുക തന്നെയാണ്. ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ മീൻ പിടിച്ചാൻ പോവാട്ടോ. ആര്യ ഹായ്. വലിയ മീനാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഞാനങ്ങനെ പോയി നോക്കട്ടെ കിട്ടൂല എന്നുള്ളത്. ഇപ്പം ഇന്നലെ നമുക്ക് കിട്ടിയിട്ടില്ല ഒന്നും. ഇന്നും വല്ലതും കിട്ടും. ഓക്കെ, വലിയ മീൻ. ഓക്കെ, ഞാൻ തോട്ടിക്ക് ചൂണ്ടല്ലേ. പോയോട്ടെ. വലിയ മീനിനെ കിട്ടും. എത്ര ഇവന്റെ കഴിയുമ്പോ മഞ്ഞൾ ഞാൻ അങ്ങടിക്ക. ഇവര് ഫുള്ള് അലമ്പന്മാരാട്ടോ. ഇവര് മെസ്സിയാണ്. മെസ്സി അത് നമ്മളെ ഐശ്വര്യൻ കുട്ടിയല്ലേ. ഇവനൊക്കെ ഉണ്ട്. നമ്മൾ കളിച്ചാൽ അടിപൊളി. നമ്മുടെ കളിച്ചോളി. നിങ്ങൾക്ക് പറയാമല്ല ഓരോ കൊണ്ട് പോയൊക്കൊന്നും ഉണ്ടാക്കൂല. അപ്പോൾ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി നമ്മൾ ഇട്ടു, ഒന്നും കിട്ടിയില്ല. പക്ഷേങ്കിൽ ഞാൻ ആ വീഡിയോ അപ്പം തന്നെ വൈൻഡപ്പ് ആക്കണം കരുതിയതാണ്. ഞാൻ ഇന്നും കൂടി നോക്കിയിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. ചിലപ്പോൾ ഇന്ന് കിട്ടിയാലോ, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനെങ്കിലും എനിക്കൊന്ന് കിട്ടിയാലെന്ന്. കണ്ടൻറ്റ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഇന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തവിടെ അപ്ലോഡ് ചെയ്യും. ബാക്കി നിങ്ങൾ തീരുമാനിക്കും. അല്ല എന്താ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ പോയിരുന്ന വഴിയൊക്കെയാണിത്. നമ്മൾ ഓരോ ഘട്ടമായിട്ട് കാണിക്കാം. ഇന്നലെ രാത്രി നമ്മൾ എന്താ പറയുക, മേലേക്ക് ഞാൻ യഥാർത്ഥത്തിൽ കരുതിയ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല, എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. പറ്റാത്തത് വെള്ളം കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് അവിടേക്ക് എത്തിയേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇത്ര നേരത്തെ. അതുപോലെ തന്നെ കുട എടുത്തിട്ടുണ്ട്. കുട ഇല്ലാത്തതായിരുന്നല്ലോ ഇന്നലത്തെ ഒരു വലിയൊരു വിഷയം. അപ്പോൾ അതിന് കുട എടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റപ്പാണ്. പോയോക്കാം. ഇന്നലെ നമ്മൾ ഇട്ടിരുന്ന ഒരു പാലം, അവിടെയൊക്കെ ആരൊക്കെ ഉണ്ട് ഇട്ടിരുന്ന്. പിന്നെ കണ്ണൻ അതായാലും നടക്കണ് ചൂണ്ടലിട്ടാണ്ടേ. ഓയ് കണ്ണ കയ്യോടെ കാട്ടുണ്ട്. കിട്ടിയോ? ഞാൻ അങ്ങോട്ട് പോയോക്കട്ടെട്ടോ, മേലേക്ക്. ഓനോട് മേലേക്ക് പോയോക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് പോയത്. ഇന്നലെ നമ്മൾ പോയിരുന്ന വഴികൾ കേട്ടോ. അതായത് രാത്രിക്കത്തെ ഷോട്ടും ഉണ്ടാക്കിയ ഒരു വീഡിയോയിൽ പകലിലെ ഈ ഒരു വെളിച്ചത്തിലുള്ള ഷോട്ടും ഉണ്ടാകും. പകലറിയാമെന്നില്ല, ഇരുടായി ബാങ്ക് കൊടുക്കൽ തുടങ്ങി. ഇത് ഇന്നലത്തെ ചേരുമരം കേട്ടോ. ഇന്നലെ പിന്നെ നമ്മൾ ഈ ഒരു ഒരിക്കലും ഇവിടെ കിട്ടുമോക്കി നോ രക്ഷ. അപ്പം നമ്മൾ ഇന്നലെ വെള്ളക്കെട്ടുണ്ടായിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അവൻ്റെ അമ്മ വള്ളിമേലൊക്കെ തട്ടിത്തരാം. ഇവിടെ എപ്പോഴും വെള്ളമാണ്. എങ്ങനെ പോവും? വെള്ളം കഴിഞ്ഞിട്ടില്ല. ഇതിലേലും വഴിയുണ്ടോ? ചാടി മറിയാനും കൂടിയും പറ്റില്ല. അപ്പോൾ അതിൽ പോയിട്ട് അങ്ങനെ പോകേണ്ടി വരുമോ? അങ്ങനെയാണ് ഞാൻ ഇന്നലെ പോയത്. രാത്രിയിൽ ഞാനൊരു വീട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ വീട്, നമ്മൾ ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ ഇറങ്ങി നടക്കാൻ വെള്ളമാണ്, എല്ലാത്തിലും വെള്ളമാണ്. ഷൂവിനകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ കാലിനൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് പരമാവധി വെള്ളം ഒഴിവാക്കി നടക്കുന്നത്. രാത്രിയിൽ നമ്മൾ ഇട്ട സ്ഥലം ഇതിലൊക്കെ നിറച്ച് ചെളിയാണ് ഇപ്പോഴും കേട്ടോ. ചെളിക്കൊന്നും യാതൊരു മാറ്റമല്ല. രാത്രിയിൽ ഇവിടെയൊക്കെയായിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. പാടം കണ്ട എങ്ങനെ ഇതിലൊക്കെ പോവുക? പെരിഞ്ചളി അക്കരക്ക് എങ്ങനെയും കയറാനുള്ള വഴി ഉണ്ടാവട്ടെ. ഇതിപ്പോൾ എൻ്റെ ഒരു വാശിയാണ് ഇപ്പോൾ ഇത്. അതായത്
എനിക്ക് മഞ്ഞിൽ തന്നെ വേണം. അല്ലെങ്കിൽ മഞ്ഞിൽ എന്ന് പറയുമ്പോഴേക്ക് മലഞ്ഞാൽ, മഞ്ഞാൽ എന്നൊക്കെ പറയും. പലയിടങ്ങളിൽ പല രീതിയിലാണ് അതിൻ്റെ പേര് പറയാം. അവിടെ മഞ്ഞിൽ എന്ന് പറയാം. അതന്നെ അത് പിടിക്കാം എന്ന് കരുതിയിട്ടാണ്. ഇപ്രാവശ്യം കിട്ടിയില്ല, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. എല്ലാ പ്രാവശ്യം കിട്ടുന്നതാണല്ലോ, എന്ത് ഇപ്രാവശ്യം കിട്ടാത്ത അതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇത്തരത്തിൽ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്നൊക്കെ യാത്രയല്ലേ. ഇപ്രാവശ്യം എന്തായാലും അതിനൊക്കെ പറ്റിയ സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫിഷിങ് ധാരാളമായിട്ട് ചെയ്യണം കേട്ടോ. ഫിഷിങ് നിങ്ങൾക്ക് ചടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്തണം. ഓവറാകുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ തന്നാൽ മതി, ഫിഷിങ് ചെയ്യാം. ഇത് ഞങ്ങളുടെ ചെറിയ ടാങ്ക് വിത്ത് വേസ്റ്റ് കാരൊക്കെ പൊറുക്കി കൂട്ടി അടുക്കി വെച്ചിട്ടുണ്ട്. നല്ലത്. ഇതിൽ പോകണം. ഈ ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞത്, ഏരിയ ഡേഞ്ചറാണെന്നുള്ളത്. ഒന്ന്, പന്നികൾ ധാരാളമായിട്ടുണ്ട്. രണ്ടാമത്തെ, രാത്രിയിലൊന്നും ഇവിടുക്കൊന്നും ആരും അങ്ങനെ വല്ലതെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് വരാറില്ല. ഇവിടെ അതൊരു തെങ്ങ് വീണതാ മുറിച്ചതാ ഒന്നും മനസ്സിലാവണില്ല ഇത് കണ്ടിട്ട്. അതുപോലെ തന്നെ മലമ്പാമ്പ് ധാരാളമായിട്ടുണ്ട്. ഇത് മുറിച്ചതാണല്ലോ ഈ തെങ്ങിന്, അല്ലല്ലേ? തെങ്ങ് അവിടെ നിന്ന് ഇങ്ങനെ കടവൈകി വീണതാണത്. ഓ, അപ്പോൾ മലമ്പാമ്പ് ധാരാളമായിട്ടുണ്ട്. പിന്നെ അല്ലാത്ത പാമ്പുകളും ഉണ്ട്. ഇരുട് എൻ്റെ മക്കളെ കൊള്ളാം. അപ്പോൾ പിന്നെ നമ്മൾ തോടിൻ്റെ വക്കക്കല്ല എത്തിക്കണ്. രണ്ടാമത് ഇനിയാണ് നമ്മുടെ കളി. ഇനി നമ്മൾ മഞ്ഞിലിനെ പിടിച്ചിട്ട് തന്നെ പോവുള്ളൂ. ഇവിടെ നല്ലൊരു സ്പോട്ടുണ്ട്. നമുക്ക് തുടക്കം കാച്ചി നോക്കണോ? തുടക്കം കാച്ചണോ വേണ്ടിയോ? ഒരു എക്കച്ചക്ക വേണ്ട, നമ്മൾ ഇവിടേക്ക് കരുതിയത് അവിടേക്ക് തന്നെ പോവാം. മറ്റെന്താ വെച്ചാൽ നമ്മളെ മനസ്സ് അങ്ങോട്ടേക്ക് ഇങ്ങനെ തേട്ടും. വേഗം വേഗം പോകാൻ വേണ്ടി തോന്നും. ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കളി. ഓ, വലിയൊരു ക്വാളിറ്റി ഉണ്ടാവില്ല കേട്ടോ വിഷ്വലിന്. കാരണം വൈകുന്നേരം സമയമാണ്, ഇരുടായിന്. നിങ്ങൾക്ക് എന്നാലും കുറച്ച് വെളിച്ചത്തിൽ ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ലൈറ്റ് ഓണാക്കാൻ മാത്രം ആയിട്ടില്ല. ഇവിടെ ഒരു ദിവസം നമ്മൾ പകൽ രാവിലെ വന്നിട്ട് ചൂണ്ടയിട്ട സ്ഥലമാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ഇട്ടോക്കാം. ഇപ്പം ഇടുന്നില്ല, ഇപ്പം തന്നെ ഇട്ടോക്കാം വേണമെങ്കിൽ. കാരണം എന്താ വെച്ചാൽ നല്ല ഇരുടായിട്ടാണ് ശരിക്ക് ആ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ പോകേണ്ടത്, നമ്മുടെ മഞ്ഞൊരു സ്പോട്ടിലേക്ക്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഇട്ട് നോക്കുന്നതിന് തെറ്റില്ല. വേണ്ടല്ലേ, അവിടേക്ക് തന്നെ പോവാം. അവിടേക്ക് തന്നെ പോവാം. ഈ ഒരു ഇതിൽ നിറച്ച് പന്നികളുണ്ട്. ഇത് ഇന്നുച്ച കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇരുന്ന് പിടിക്കണം എന്ന് ഞാൻ കരുതുന്നുണ്ട്. അല്ല പിന്നെ ഇവിടെ ഇരുന്ന് ക്യാമ്പ് ചെയ്തിട്ട് പിടിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ചൂണ്ടപ്പണിക്കർ ധാരാളമായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ടെൻറ്റ് പിച്ച് ചെയ്യാൻ യാതൊരു മാർഗ്ഗമല്ല. ഒരു നിരന്നൊരു സ്ഥലമല്ല, അതാണ് വിഷയം. ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യാൻ കഴിയില്ല. പാടമാണ്, ഇവിടെയൊക്കെ വെള്ളം കയറും. പിന്നെ ആ ഭാഗത്തേക്കും എല്ലായിടൊക്കെ നല്ല പാമ്പുകളുടെ ഏരിയയാണ്, പന്നികളുടെ ഏരിയയാണ്. ആ സൈഡ് നമുക്ക് ചിന്തിക്കുക വേണ്ട. ഈ ഒരു സൈഡ് തന്നെ നടക്കുകയുള്ളൂ. ഇവിടെ ഇടയിലൊക്കെ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. പറ്റണ ഗ്യാപ്പുണ്ടോ നോക്കാം നമുക്ക്. ഇതിലൊക്കെ വെള്ളം കയറിയതാട്ടാ. വെള്ളവും നോക്കണം, പാമ്പും നോക്കണം. അങ്ങനെയെങ്കിൽ വെള്ളം മറിഞ്ഞാണ്ട, വെള്ളം മറിഞ്ഞ സ്ഥലമാണിത്. ഇവിടെ നിന്ന് ഇവിടുത്താണ് നമ്മളുടെ സ്പോട്ട്. ഇവിടെയാണ് ഞങ്ങൾക്ക് തേകുമ്പോൾ മഞ്ഞയിൽ കിട്ടൽ. അപ്പോൾ ഇവിടെ മഞ്ഞയിലുകളുടെ ഒരു താവള ഏരിയയാണ്. ഇവിടെയാണ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. എന്നാൽ ഞാൻ തുടങ്ങട്ടെ. അങ്ങനെയെങ്കിൽ ഞാൻ ഇടാൻ പോകണം. വെളിച്ചം കുറവായിരിക്കാം കേട്ടോ, കുറച്ച് വെളിച്ചം കുറവായിരിക്കും. നമ്മൾ കുടലിനെ നമ്മൾ എടുത്ത് വെക്കാൻ വേണ്ടി പാടില്ല, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. കുടലിനെ നമ്മൾ കുറച്ച് ദൂരെ വെക്കണം, അതായത് ക്യാമറൻ്റെ അപ്പുറത്തേക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇട്ട് നോക്കട്ടെ. ഇട്ടിട്ടുണ്ട്. കൊത്തുമല്ലേ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. നമുക്ക് കിട്ടിയിട്ടില്ല സാധനം ഉണ്ട് ഇവിടെ. കാണിച്ചായിരുന്നാ? എന്താ, അവന് മറിഞ്ഞിരിക്കുകയാണ്. നീ ആരുടെ ഒളിച്ചിരിക്കാം? ഒളിയനാ? ഒളിയന നീ? ആഹാ, നല്ലൊരു പാറഞ്ഞണ്ടാണ്. പക്ഷേങ്കിൽ ഓനെ നമ്മൾ ഇനിയും വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവന് എന്താകുക വെച്ചാൽ അവനെ കൊല്ലാനല്ല കേട്ടോ. ഞാൻ അതിനെ ഒഴിവാക്കി, എനിക്ക് വേണ്ട ഞണ്ട്. ഞാൻ ഞണ്ട് എടുക്കുന്നില്ല. നല്ല ഒരു ചെറിയൊരു മീഡിയം ലെവലിൽ വലുതായിട്ടുള്ളൊരു പാറഞ്ഞണ്ടാ. കാണുന്നുണ്ടോ നിങ്ങൾ? ശരിക്ക് കാണുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവനാണ് ഇത്ര നേരം കൊത്തിക്കൊണ്ട് നീന്ന്. നമ്മൾ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ആകെ ഇരുടായിട്ടുണ്ട്, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞണ്ടിനെ ഒഴിവാക്കി, ഇനിയാണ് മീൻ വരിക. വാവ്, ഇന്നലെ വന്നതുപോലല്ല, നമുക്ക് നല്ലൊരു പനം കോട്ടിന് കിട്ടിയിരിക്കുകയാണ്. കണ്ട,
ആ ഒരു കോട്ടിയാണ് നമുക്ക് കിട്ടിയത്. എന്തൊക്കെയായാലും നമുക്കൊരു മീനിനെ കിട്ടിയിരിക്കുകയാണ്. അത് ഒരു ചെറിയൊരു കാര്യമല്ല. കുറേ നേരം ഇത് കൊത്തണം. കിട്ടിയ മീനിനെ കിട്ടിയത് നമ്മൾ ഒഴിവാക്കില്ല കേട്ടോ. നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഇരിക്കുന്ന ഏരിയ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ഏരിയയിലാണ് ഞാൻ ഇരിക്കുന്നത്. അടുത്ത കുടൽ പുറത്താണ്ട് ഇടാനുള്ള പരിപാടി നോക്കട്ടെ. ടോർച്ച് എടുക്കണം അതിന്. കാരണം കുടൽ നമ്മൾ കുറച്ച് വിട്ട് വെച്ചതുകൊണ്ടേ. ഇതെന്താ വെച്ചാൽ കല്ലിടുമ്പ് കാണാം. കല്ലിടുമ്പ് പറഞ്ഞാൽ ഫുള്ള് കല്ലുകളാണ് ഇതിൽ എന്താ. അപ്പോൾ ഇതിലൊക്കെ ഇഴജന്തുക്കൾ ധാരാളമായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. ചെറുതും വലുതൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടലിനെ ഞാൻ കുറച്ച് മാറ്റിയാണല്ലോ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എന്തായാലും ടോർച്ച് വേണം കയ്യിൽ. ഇവന് കുറേ നേരമായിട്ട് കുത്തിക്കൊണ്ട് നിന്നതാട്ടാ. കുറേ നേരമായിട്ട് കുത്തിക്കൊണ്ട് നിന്ന സാധനമാണ് ഈ ഒരു കോട്ടി എന്ന് പറയുന്നത്. പ്രശ്നമല്ല. നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്നത് മഞ്ഞയിലാണ്. മഞ്ഞയിൽ കിട്ടുന്നത് വരെ ഞാൻ ഈ പ്രാവശ്യം ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് പുഴയിലും ശ്രമിക്കണമെങ്കിൽ അതായത് ഈ തോട്ടിലും ശ്രമിച്ചോട്ടെ. തോട്ടിൽ നിന്നൊക്കെ ധാരാളം കിട്ടിയതാണ്. ഞാനെങ്കിൽ എന്താണ് ഈ പിടക്കണത്? അപ്പോൾ നമ്മുടെ മീനാണ് പിടക്കണത്. നമ്മുടെ മീനിനെ ബാഗിൻ്റെ അടുത്ത് തന്നെ വെക്കറേ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടും. പുഴയ്ക്ക് തന്നെ പോവൊന്നും വേണ്ടപ്പോൾ ഒന്ന് ആഞ്ഞ് ശ്രമിച്ച സാധനം ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ പിടിക്കുന്നതല്ലേ. ഇതാണ്ടങ്ങൾ രണ്ടാമത്തെ ഞണ്ടാണത്. ഉണ്ടാ ഒരു ഇക്കറാലയൻ. അപ്പോൾ ഭയങ്കര ഞണ്ടാണ് അവിടെ. അത് ഞണ്ടും കൊണ്ടാണത്. ഇതാണാണ്. നേരത്തെ കിട്ടിയത് നമുക്ക് പെണ്ണാണ്. അത് നമുക്ക് ഇവിടെ അങ്ങനെ പള്ളം നോക്കിയാൽ അറിയാം. പക്ഷെ ഞണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഞണ്ടായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്ക് വരാം. അന്നേ അപ്പം ഞണ്ട് കിട്ടൂല. ഏതായാലും ഇതിനെ തന്നെ ഞാൻ തോട്ടിലേക്ക് അങ്ങോട്ടേക്ക് വിടാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ചെങ്ങന്മാരെ, ഞണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്ക് ചൂണ്ടിട്ടിട്ട് ഇത്ര അധികം ഞണ്ടിന് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ ടൂൾസൊക്കെ ബാഗിലേക്ക് ഇട്ടിട്ട് ഇവിടുന്ന് ചലിക്കുകയാണ്. പിന്നെ പെരും കൊതുക് മഞ്ഞയിൽ ഇവിടെ നല്ല വേറെ എവിടെ നിന്നെങ്കിലും നമുക്ക് കിട്ടുമായിരിക്കും. കിട്ടിയ മീൻ ഇത് നമ്മളുടെ കുടൽ എല്ലാം ബാഗിലിട്ടിക്കണം. ഇനി ആ ഒരു ലൈറ്റ് എടുക്കുക, ചൂണ്ടിലെടുത്തു, എല്ലാം എടുത്തു. വേറെ സ്വീകരണ സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാം. ഇവിടെ 8:45. ഇത്ര നേരം ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എണ്ണിയില്ല, ഒരു 7-8 കിട്ടിയിട്ടുണ്ടാവും. മഴ പെയ്തില്ല ഞണ്ടേ. ഇനി ഇവിടുന്ന് നാടെത്തുന്നത് വരെ വൺ ടാസ്ക്. നാടല്ല, നമ്മളുടെ ഏരിയ എത്തുന്നത് വരെ വൺ ടാസ്ക്കാണ്. അതാണ് ഈ ഒരു കടമ്പൊന്ന് കഴിഞ്ഞ് കിട്ടണം. പാടം കണ്ടങ്ങൾ ഫുള്ളായിട്ട് ഇരുടായി. ലൈറ്റ് ഇല്ലെങ്കിലുള്ള അവസ്ഥ കേട്ടാ. മക്കളെ, ഈ ഒരു ഏരിയയിൽ ഇട്ട് നോക്കണമെന്നുണ്ട്, പക്ഷെ നടക്കൂല. ഞങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് രാത്രി കാലങ്ങളിൽ വരാൻ പേടിയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതിലാണ് ഞാൻ ഈ ഒറ്റയ്ക്ക് നടന്നുകൊണ്ട് നിൽക്കണം. അല്ല, ഞാൻ ക്യാമ്പ് ചെയ്യണമെന്ന് കയറ്റിയത് ഇവിടെ തന്നെയാണ്, വേറെ വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാടെന്ന് പറയുമ്പോൾ അതിൽ ഞാനും പെടുമല്ലോ. ഓരോരോ അന്ധവിശ്വാസങ്ങളൊക്കെ ഇങ്ങനെ കളിക്കുന്ന ഏരിയകളാണ് അതൊക്കെ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വല്ല വിടുക, അതാവും നന്നാവുക. പെയില പോയാലും ചളിയാണ്. വന്ന വഴി തന്നെ പോലെ തേങ്ങ പാലത്തിങ്ങ അവിടെ നിന്നൊക്കെ പോകുന്ന പാലത്തിങ്ങ എത്തിയിട്ടുണ്ട്. എന്താ പറയുക, 2 ദിവസം ഞാൻ ശ്രമിച്ചു. അതൊരു ചെറിയൊരു ശ്രമമായിട്ട് നിങ്ങൾ കാണരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ വിടുകയാണ്. പക്ഷേ നമുക്ക് കിട്ടും ഒരു ദിവസം. നമ്മുടെ തോട്ടിൽ പഴയ പോലെ ഒന്നും മഞ്ഞളില്ല തോന്നുന്നു. എന്തായാലും ഇവിടെ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നാലും മതില്ല, മഞ്ഞളിൽ ഞാൻ പിടിച്ചിരിക്കും. എനിക്ക് ഇവിടെ തന്നെ പിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും സാധിച്ചില്ല. ആരുമില്ല പാലത്തിങ്, എല്ലാവരും പോയി. എല്ലാവരും കൂടണം. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇങ്ങോട്ട് വരാം. സങ്കടമുണ്ട് കിട്ടാത്തേക്ക്. 2 ദിവസം നമ്മൾ ശ്രമിച്ചതാണ്. 2 ദിവസം, ഒരു ദിവസമാണെങ്കിൽ തിരക്കില്ല. എന്നാൽ പിന്നെ പോട്ടെ.